യെസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവാലി ശബ്ദമാണ് അല്ലേ. അതിൽ 2 പാർട്ട് നമ്മൾ കഴിഞ്ഞതാണല്ലേ, 2 ക്ലാസ് എടുത്തു. ഇനി ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഇന്ന് പഠിക്കുന്നത് ഐ, ഓ, ഔ, അം ഇത്രയാണ്. നമുക്ക് നോക്കിയാലോ. ബാക്കിയുള്ള ലെറ്റേഴ്സ് ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആവും. അതായത് മാത്രവാലി ശബ്ദത്തിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആവും കേട്ടോ. നോക്കിയാലോ. നമുക്ക് ഇവിടെ ഐ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഐ കി മാത്രവാലി ശബ്ദ. ഐ എന്നതിൻ്റെ ചിഹ്നം നമുക്കറിയാമല്ലേ. എ എന്നതിൻ്റെ ചിഹ്നം മുകളിൽ നമ്മൾ ഒരു ലൈന് കൊടുത്താൽ മതി. അതായത് ലെറ്റേഴ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ഒരു ലൈന് കൊടുക്കുക. ഐ ആവുമ്പോഴോ 2 ലൈന് നമ്മൾ ഇങ്ങനെ കൊടുക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ചിഹ്നം. ഇത് നമുക്ക് വേർഡ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, റീഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയേ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ജൈ അല്ലേ. ജൈ എങ്ങനെ എഴുതും? ജ പ്ലസ് ഐൻ്റെ ചിഹ്നമാണില്ലേ ഇത്, പ്ലസ് മാ. നമുക്ക് എഴുതി നോക്കിയാലോ, കൂട്ടി എഴുതി നോക്കിയാലോ. നോക്കാം. ജ എഴുതുക, മാ എഴുതുക, എന്നിട്ട് നേരെ വരയ്ക്കുക. എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ 2 ചിഹ്നം ഇട്ട് കൊടുക്കാൻ. ജായ്. ജൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാമാണില്ലേ. ഇഷ്ടമാണ് എല്ലാവർക്കും ജാമൊക്കെ. ജാമും ബ്രെഡൊക്കെ കഴിക്കാൻ ഇഷ്ടമാണോ? ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാണില്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ. കൈമറ. കൈമറ എന്താണ്? കൈമറ ക്യാമറയാണില്ലേ. നമുക്ക് നോക്കാം അതെങ്ങനെ എഴുതും. ക പ്ലസ് മാ പ്ലസ് റാ ഇടുക. എന്നിട്ടോ ആ എന്നതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു, നേരെ വരയ്ക്കുന്നു. ക എന്ന ലെറ്ററിൻ്റെ മുകളിൽ ആ ഒരു ചിഹ്നം നമ്മൾ ഇട്ട് കൊടുക്കുക. കൈമറ. ഓക്കെ, ഇത് ലാസ്റ്റ് പൈസ. പൈസ എങ്ങനെ എഴുതും? പ എഴുതുന്നു, സ എഴുതുന്നു, ആ എന്നതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. പാക്ക് മുകളിൽ നമ്മൾ ഐൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. പൈസ. സിമ്പിൾ അല്ലേ? യെസ്, സിമ്പിളാണില്ലേ ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. ഓ കി മാത്രവാലി ശബ്ദം. ഓ കി മാത്രവാലി ശബ്ദം. ഓ എന്നതിൻ്റെ ചിഹ്നം എന്താണ്? ആദ്യം 1 വരയ്ക്കുക, മുകളിൽ നേരെ കൊടുക്കും. നേരെ ഒരു ലൈൻ വരയ്ക്കുന്നു. ചരിച്ചിട്ട് നമ്മൾ ഏക്ക് ചിഹ്നം ഇടാറില്ലേ, അതുപോലെ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കാം. ഓക്കെ, ഏക്ക് താഴെ ആ 1 വരില്ല, ഓക്കാകുമ്പോഴോ ആ ഒരു 1 വരും. അത്രേ മാറ്റുള്ളൂ അല്ലേ. അപ്പം നമുക്ക് നോക്കാം. തോത്ത. തോത്ത എന്നെങ്ങനെയാണ്? ത പ്ലസ് നമ്മളിന്ന് പഠിക്കുന്ന ചിഹ്നമാണില്ലേ ഇത്, ഈ ചിഹ്നം പ്ലസ് ത പ്ലസ് ആ എന്നതിൻ്റെ ചിഹ്നം. ഇത്രയാണില്ലേ. അപ്പം നമ്മൾ എങ്ങനെ ഇത് ഒരുമിച്ച് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? ഓക്കെ, മിസ് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ത ഓ എന്നതിൻ്റെ ചിഹ്നം പ്ലസ് ത ആ എന്നതിൻ്റെ ചിഹ്നം നേരെ വരയ്ക്കുക. എന്നിട്ട് ആ 1 മുകളിൽ എന്ത് ചെയ്യണം? ചിഹ്നം ഇട്ട് കൊടുക്കുമ്പോൾ ആ ചിഹ്നം ഫുൾ ആവുള്ളൂ അല്ലേ. അത് നമ്മൾ മുകളിൽ ലൈന് കൊടുത്തിട്ട് വേണം കേട്ടോ ആ ചിഹ്നം ഇടാൻ. ഇതാണ് തോത്ത. നെക്സ്റ്റ് മോർ. തോത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? തത്തയാണല്ലേ, പാരറ്റാണ്. ഇനി മോർ. നമുക്ക് മോർ നോക്കാം. മോർ എന്ന് പറഞ്ഞാലോ പീക്കോക്ക്, മയിലാണല്ലേ. അപ്പം മാ പ്ലസ്, അപ്പോൾ നമ്മൾ ചിഹ്നം ഇടണല്ലേ. മോ എന്നാവാൻ ഓ എന്നതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. റാ എഴുതുക, നേരെ വരയ്ക്കുക. വരച്ചിട്ട് ആ ഒരു 1 മുകളിൽ എന്ത് ചെയ്യണം? ചരിച്ചിട്ടുള്ള ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. മോർ. നെക്സ്റ്റ് ബോത്തലാണല്ലേ. ബോത്തൽ എന്ന് പറഞ്ഞാൽ ബോട്ടിലാണ്, കുപ്പിയാണ്. അപ്പം നമുക്കത് നോക്കാം. ബാ എഴുതുന്നു, ഓ എന്നതിൻ്റെ ചിഹ്നം ഇടുന്നു, താ എഴുതുക, ല. ചിഹ്നം പൂർത്തിയായിട്ടില്ല അല്ലേ. ഇങ്ങനെ ഒരു 1 കൂടെ മുകളിൽ കൊടുത്താലേ പൂർത്തിയാവുള്ളൂ. ഇപ്പോൾ എന്തായി? ബോത്തൽ. ബോത്തൽ എന്നാണ് റെഡി ചെയ്യാം. ഇതും ഓക്കെ അല്ലേ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഔ കി മാത്രവാലി ശബ്ദം നോക്കാം കേട്ടോ. ഔ കി മാത്രവാലി ശബ്ദം. അപ്പോൾ ഔ എന്ന ചിഹ്നം വെച്ചിട്ട് എങ്ങനെ എഴുതാം, അതുപോലെ എങ്ങനെ റീഡ് ചെയ്യാം. നോക്കിയേ. കൗവ. കൗവ എന്ന് പറഞ്ഞാൽ എന്താണ്? കാക്കയാണില്ലേ, കൗവ. അപ്പം നമുക്ക് നോക്കാം. ക പ്ലസ് ഔ എന്നതിൻ്റെ ചിഹ്നം. ഔ എന്നതിൻ്റെ ചിഹ്നം ഏതാണ്? നമ്മൾ ഓക്ക് മുകളിൽ ഒരു ലൈനേ കൊടുത്തിട്ടുള്ളൂ, ഔക്കാണെങ്കിലോ 2 ലൈന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ചിഹ്നം പ്ലസ് ആ. ഇനി നമുക്കിതൊന്ന് കൂട്ടി എഴുതി നോക്കിയാലോ. റെഡി അല്ലേ അല്ലേ. ഓക്കെ, അപ്പം മിസ് എഴുതാൻ പോവാണ് കേട്ടോ. കൗ ക എഴുതുന്നു, ഔ എന്നതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ടില്ല കേട്ടോ ചിഹ്നം, ലാസ്റ്റിലാണ് ഫുള്ളാക്കുക. മുകളിൽ വരച്ചിട്ട് ഞാൻ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. സോറി, ഇവിടെ എഴുതിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമ്മൾ ആ എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ക എഴുതുക, ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. ആ എഴുതുമ്പോൾ നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങനെ വരച്ച് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഈ ഒരു സംഭവം കൂട്ടി എഴുതരുത്. കൗ ഇങ്ങനെയാണ് കൗ എന്ന് എഴുതാം. ഇനി പൗധ. പൗധ. പൗധ എന്ന് പറഞ്ഞാൽ ചെടിയാണ് കേട്ടോ. നമുക്ക് എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം. പ പ്ലസ് ഔ എന്നതിൻ്റെ ചിഹ്നം പ്ലസ് ധ പ്ലസ് ആ എന്നതിൻ്റെ ചിഹ്നം. ഇങ്ങനെയാണ് പൗധ എന്ന് എഴുതാം. ക്ലിയർ? ഇനി നെക്സ്റ്റ് എന്താണ്? ഫൗജി. ഫൗജി എന്ന് പറഞ്ഞാലോ പട്ടാളക്കാരനാണല്ലേ. നമുക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ എല്ലാം മീനിങ്. അപ്പം മിസ് ഇവിടെ എന്ത് ചെയ്യാണ്? ഫ എന്ന് എഴുതാണ്, പ്ലസ് ഔ എന്നതിൻ്റെ ചിഹ്നം പ്ലസ് ജ പ്ലസ് ഇ എന്നതിൻ്റെ ചിഹ്നം. ഫൗജി.
ഓക്കെ, ഫൗജി ഇങ്ങനെയാണ് ഫൗജി എന്ന് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി നോക്കിയേ ആണില്ലേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിൾ ആണില്ലേ, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ചിഹ്നങ്ങളൊന്നും പ്രത്യേകിച്ചില്ല, മുകളിൽ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ എന്ന് പഠിച്ചു, ആക്ക് ചിഹ്നമില്ല. അതുപോലെ തന്നെ അമ്മിനും പ്രത്യേകിച്ച് ചിഹ്നമില്ല, എന്ത് ചെയ്യണം, ഈ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം അല്ലേ, ഒരു ഡോട്ടിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ബന്ദർ എന്ന് എഴുതുമ്പോൾ ബ പ്ലസ് ആ ഒരു ചിഹ്നത്തിന് മുകളിൽ എന്ത് ചെയ്യണം, ഡോട്ട് ഇട്ട് കൊടുക്കണം, പ്ലസ് ധ പ്ലസ് റ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് കേട്ടോ ആ ഒരു ചിഹ്നം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ബ എഴുതുന്നു, ദ എഴുതുന്നു, റ എഴുതുന്നു, നേരെ വരയ്ക്കുക. ബന്ദർ എന്നാണല്ലേ, എവിടെയാണോ നമ്മൾ ആ ഒരു ചിഹ്നം യൂസ് ചെയ്യുന്നത് ആ ഒരു ലെറ്ററിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, ഡോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നെക്സ്റ്റ് സന്തര, ഇങ്ങനെ എഴുതും. ബന്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്, കുരങ്ങനാണല്ലേ, മങ്കിയാണ്. ഇനി നമുക്ക് സന്തര, ഓറഞ്ച് നോക്കാം. സ എഴുതുന്നു, ത എഴുതുന്നു, ര. ഇവിടെ എവിടെയാണ് നമ്മൾ ആ ഒരു ലെറ്ററിൻ്റെ ആ ഒരു എന്ന ലെറ്ററിൻ്റെ ചിഹ്നം യൂസ് ചെയ്തത്, സ എന്നുള്ളിടത്താണ്. അപ്പോൾ അതിന് മുകളിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അങ്കൂർ, നെക്സ്റ്റ് അങ്കൂർ എന്ന് പറഞ്ഞാലോ ഗ്രേപ്സ്, അതായത് മുന്തിരിയാണ്. നോക്കിക്കോളൂ കേട്ടോ. ഗ എഴുതുന്നു, ഉ എന്നതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു, റ എഴുതുന്നു. എന്നതിന് മുകളിലാണ് ആ ഒരു ചിഹ്നം ഉണ്ട്, അവിടെയാണ് നമ്മൾ ആ ഒരു ചിഹ്നം വരുന്ന ആ ഒരു സൗണ്ട് യൂസ് ചെയ്തത്, അങ്കൂർ. ഓക്കെ, ഇത് ഓക്കെ ആണോ, ക്ലിയർ ആണോ? ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. ചിത്രവും സേ ശബ്ദവും കോ മിലാവോ, എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ നേരെ അതിൻ്റെ വേർഡ്സ് എഴുതണം. അത് മിസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിസ് ഏതാണെന്നുള്ളത് കറക്റ്റ് ചെയ്തിട്ട് ലൈൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ജൈം അല്ലേ, ഇതാണ്. ബോത്തൽ എന്താണ്, ബോട്ടിലാണല്ലേ. ദെൻ ഫൗജി പട്ടാളക്കാരൻ, സന്തര ഓറഞ്ച്. ഓക്കെ അല്ലേ, ഇത് സിമ്പിൾ അല്ലേ, ഇത് നിങ്ങൾ എഴുതണം കേട്ടോ. ഇനി യൂണിറ്റ് ടാസ്ക് നോക്കിയേ. അക്ഷർ ചോഡ്കർ ശബ്ദ ബനാവോ, ഇതൊന്നും നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെ എഴുതാന്നുള്ളത്. അപ്പോൾ ഇവിടെ കൈ പ്ലസ് മാ പ്ലസ് ര എന്ന് കൊടുത്തിട്ടുണ്ട്, അത് കൂട്ടി എഴുതിയാൽ മതി. മിസ് ഫസ്റ്റത്തെ മാത്രം ഒന്ന് എഴുതി കാണിക്കാം. കൈ എന്നാണല്ലേ, പിന്നെയോ മാ, പിന്നെ റ, നേരെ ഒരു ലൈൻ കൊടുത്തു ആയില്ലേ, കൈമറ. ഇതിങ്ങനെ പ്ലസ് ഒഴിവാക്കിയിട്ട് നേരെ ചേർത്ത് എഴുതിയാൽ മതി, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അപ്പോൾ ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മാത്രവാലി ശബ്ദം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.